സുഹൃത്തുക്കളെ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രാ പാക്കേജ് കഴിഞ്ഞിട്ട് ഞാൻ 3 ദിവസമായി നാട്ടിലെത്തിയിട്ട്. നാട്ടിൽ നമ്മുടെ മനോഹരമായ എള്ളിക്കൽ പുഴയോരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നത് ഓഗസ്റ്റ് കഴിഞ്ഞിട്ടാണ്. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം പല സുഹൃത്തുക്കളും എന്നോട് എപ്പോഴാണ് ഇനി നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് യാത്രാ പാക്കേജ് എന്ന് ചോദിക്കാറുണ്ട്. അതൊരു അവർക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം നമ്മൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ക്ലൈമറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലി നമ്മൾ ഗ്രാസ് ഹോപ്പറിലേക്ക് വരുന്ന അന്വേഷണങ്ങളായാലും നമ്മളെ പരിപാടികളായാലും ഏവരോടും ക്ലൈമറ്റിനനുസരിച്ചിട്ട് യാത്ര ചെയ്യാനാണ് ഞാനിപ്പോൾ സജഷൻ ചെയ്യൽ. നിലവിലിപ്പോൾ സിക്കിമിലിപ്പോൾ മണ്ണിടിച്ചിലാണ്. നിർഭാഗ്യവശാൽ നമ്മളൊരു മലയാളി കൂടി ഇപ്പോൾ അവിടെ പെട്ടുകിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യാത്രികർ അവിടെ പെട്ടുകിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ദയവേദിട്ട് ആരും നോർത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക്, മേഘാലയ ഏരിയകളിലേക്ക്, മേഘാലയ ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ടാണ് കുറച്ചുകൂടി ഭംഗിയാവുക. നല്ല മഴയായിരിക്കും ഇപ്പോൾ, പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ ആസാം മേഘാലയ ഏരിയകളിൽ ഫ്ലഡാണ്. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ മേഘാലയ ഏരിയകളിലേക്ക് ആരും യാത്ര പ്ലാൻ ചെയ്യാതിരിക്കുക. ഓഗസ്റ്റിന് ശേഷം, ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് മേഘാലയ യാത്രകളും, കൂടാതെ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 15 ശേഷം നമ്മുടെ സിക്കിം, അരുണാചൽ, ഭൂട്ടാൻ ഏരിയകളിലേക്കും നമുക്ക് യാത്ര പ്ലാൻ ചെയ്യാം. ഭൂട്ടാനിൽ നമുക്ക് സെപ്റ്റംബർ ആദ്യ വീക്കോട് കൂടി പോവാം. പക്ഷേ സെപ്റ്റംബർ 15 വരെ നമ്മുടെ സിക്കിം, അരുണാചൽ ഏരിയകളിലേക്ക് യാത്ര പ്ലാൻ ചെയ്യാതിരിക്കുക. എങ്കിലും നമുക്ക് ക്ലൈമറ്റ് ഡിപ്പെൻഡഡ് ആണ്. എവർക്കറിയാം 3 ദിവസം മുമ്പ് വരെ കണ്ണൂർ കട്ട മഴയാണ്, റെഡ് അലർട്ടാണ്. ഇപ്പോൾ ഞാൻ കൊടും വെയിലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാലാവസ്ഥ വ്യത്യാസം പ്രത്യേകിച്ചിട്ട് ഈ വർഷം മൗണ്ടൻസിലുമുണ്ട്, മൊത്തത്തിലുമുണ്ട്. എങ്കിലും നമ്മൾ നോർമലി ബേസിക് ആയിട്ടുള്ള ഒരറിവ് വെച്ചിട്ട് എവരും യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.